അപൂർവ സൂര്യഗ്രഹണം കണ്ടതിനു പിന്നാലെ 10,000-കണക്കിന് ആളുകൾ കടുത്ത കണ്ണുവേദനയും കാഴ്ച പ്രശ്നങ്ങളും നേരിടുന്നതായി റിപ്പോർട്ടുകൾ. വളരെ അപൂർവമായ ഈ ആകാശവിസ്മയം കാണാൻ യുകെയിലും സമീപ രാജ്യങ്ങളിലും വൻ ജനക്കൂട്ടമാണ് എത്തിയിട്ടുള്ളത്. എന്നാൽ ആശങ്കയായി മെഡിക്കൽ വിദഗ്ധരുടെ മുന്നറിയിപ്പ്, അതായത് സോളാർ റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കേടുപാടുകൾ പലപ്പോഴും സ്ഥിരമായേക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അപൂർവ സൂര്യഗ്രഹണം കണ്ടോ? എങ്കിൽ പണി കിട്ടും. പലർക്കും ഇപ്പോഴിതാ കണ്ണുപോയ അവസ്ഥയാണ്. അതെ, അപൂർവ സൂര്യഗ്രഹണം കണ്ടതിന് പിന്നാലെ 10,000-കണക്കിന് ആളുകൾ കടുത്ത കണ്ണുവേദനയും കാഴ്ചപ്രശ്നങ്ങളും നേരിടുന്നതായി പുതിയ റിപ്പോർട്ടുകൾ. സൂര്യഗ്രഹണം കണ്ടതിന് പിന്നാലെയുള്ള ഈ മാറ്റം വലിയ ആശങ്ക തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തലവേദന, കാഴ്ചമങ്ങൽ തുടങ്ങിയ ഒട്ടനവധി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതായി നിരവധി പേർ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുന്നു. നമുക്കറിയാം, യൂറോപ്പിലും യുകെയിലും ദൃശ്യമായ അപൂർവ സൂര്യഗ്രഹണം എന്നു പറഞ്ഞാൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം എത്തിയ ഒരു അപൂർവ ദൃശ്യവിരുന്നു തന്നെയായിരുന്നു. ഇപ്പോൾ ആ കാഴ്ച കണ്ടതിന് പിന്നാലെ പലർക്കും കണ്ണുവേദനയും കാഴ്ചാപ്രശ്നങ്ങളും അനുഭവിക്കുകയാണ്. ഓഗസ്റ്റ് 12 ബുധനാഴ്ചയായിരുന്നു ആകാശത്ത് വിസ്മയ കാഴ്ചയുണ്ടായിരുന്നത്. ഗ്രഹണം നേരിട്ട് നോക്കരുതെന്ന് ഡോക്ടർമാർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാലും പലരും നഗ്നനേത്രങ്ങൾ സൂര്യനെ നോക്കിയിട്ടുണ്ട്. ഇവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഗ്രഹണത്തിന് പിന്നാലെയാണ് ഈ കണ്ണുവേദനയെന്നാണ് ആളുകൾ പറയുന്നത്. ഗ്രഹണം അവസാനിച്ചതിന് പിന്നാലെ കണ്ണുവേദന, തലവേദന, കാഴ്ചമങ്ങൽ തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നതായും നിരവധി പേർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നു. യുകെയിൽ മാത്രം ആയിരക്കണക്കിന് ആളുകൾ കണ്ണിന്റെ ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് ആരോഗ്യ വിദഗ്ധരുടെ സഹായം തേടിയിട്ടുണ്ട്. ഇത്തരത്തിൽ അപൂർവ സൂര്യഗ്രഹണം കാണാൻ വിവിധ രാജ്യങ്ങളിൽ വൻ ജനക്കൂട്ടമായിരുന്നു എത്തിയത്. സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്ന പ്രത്യേക ഗ്ലാസുകൾ പല സ്ഥലങ്ങളിലും വേഗത്തിൽ വിറ്റുതീരുന്ന കാഴ്ചയുമുണ്ടായിരുന്നു. പക്ഷേ സുരക്ഷാ കണ്ണട ലഭിക്കാത്ത ചിലർ അപകട സാധ്യത അവഗണിച്ച് ഗ്രഹണം നേരിട്ട് കാണാൻ ശ്രമിച്ചെന്നും പറയുന്നു. ഇവർക്കാണ് പ്രശ്നങ്ങൾ ഗുരുതരമായെന്നും വിലയിരുത്തലുണ്ട്. എന്നാൽ ഇതല്ല ഞെട്ടിക്കുന്നത്. ഗൂഗിളിൽ ഗ്രഹണത്തിന് പിന്നാലെ കണ്ണുവേദനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കായുള്ള തെരച്ചിലിലും വൻ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണുമായി ബന്ധപ്പെട്ട തെരച്ചിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 5000% വരെ ഉയർന്നുവെന്നും പറയുന്നു. സൂര്യനെ നേരിട്ട് നോക്കുന്നതിലൂടെ റെറ്റിനയ്ക്കുണ്ടാകുന്ന തകരാറാണ് സോളാർ റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. എന്നാൽ ആശങ്ക ഇരട്ടിപ്പിക്കുന്നത് സോളാർ റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന നാശം ചിലരിൽ സ്ഥിരമായേക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. റെറ്റിനയിലെ കേടായ കോശങ്ങളെ പഴയ നിലയിലേക്ക് പൂർണ്ണമായി പുനഃസ്ഥാപിക്കാൻ നിലവിൽ ചികിത്സയോ ശസ്ത്രക്രിയയോ ലഭ്യമല്ല എന്നും ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.